സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും ധന്യമായ സുപ്രഭാത വന്ദനം. എല്ലാ നന്മകളും എന്നുമെന്നും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് നമ്മുടെ പൂർവികർ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന എല്ലാ ദിവസവും ശുഭദിനം എത്രത്തോളം ഇന്നത്തെ ദിവസം സന്തോഷിക്കാനും സന്തോഷിപ്പിക്കാനും സാധിക്കുമോ അതിലൂടെ മുമ്പോട്ട് പോവുക. ജീവിക്കാനുള്ള തയ്യാറെടുപ്പല്ല ജീവിതം, ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകലാണ് ജീവിതം എന്ന് നമ്മൾ ഓർമ്മിക്കാതിരിക്കരുത്, ഓർമ്മിക്കണം. ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ കണക്കുകൾ കൂട്ടുന്നു, കിഴിക്കുന്നു, കൂട്ടലും കിഴിക്കലും ചിലപ്പോ പിഴയ്ക്കുന്നു. ഇത് ജീവിതമാണ്. എല്ലാം ട്രയലും എററും നടത്തിയിട്ട് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഒന്നും നമുക്ക് കൺക്ലൂഷനിൽ എത്താനുള്ള അത്രയും സമയം ഈ ഭൂമിയിൽ നമ്മളില്ല. അതുകൊണ്ട് നന്മ നിറഞ്ഞ ചിന്തകള്, അതുപോലെ പ്രവൃത്തികള് കഴിയുന്നത്രയും ഓരോ ദിവസവും ധന്യമാക്കാൻ ശ്രമിക്കുക. നമ്മളുടെ എല്ലാ ഗ്രന്ഥങ്ങളും ലക്ഷ്യമിടുന്നത്, എല്ലാ ഗ്രന്ഥങ്ങളും, ഭാരതീയമായ എല്ലാ ഗ്രന്ഥങ്ങളും, അത് കഥകളിലൂടെയാണെങ്കിലും അനുഭവങ്ങളിലൂടെയാണെങ്കിലും ഉപദേശങ്ങളിലൂടെയാണെങ്കിലും ജീവിത യാഥാർത്ഥ്യ വിവരണങ്ങളിലൂടെയാണെങ്കിലും ലക്ഷ്യമിടുന്നത് ധാർമ്മികമായ ജീവിതം, ധാർമ്മികമായി ധനം സമ്പാദിക്കുക, എത്ര കോടി വേണമെങ്കിലും സമ്പാദിക്കുക, ധാർമ്മികമായിട്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക, ധാർമ്മികമായിട്ട് സാവധാനത്തില് അതിൽ നിന്നെല്ലാം പതുക്കെ മോചനം നേടുക. ധർമ്മ അർത്ഥ കാമമോക്ഷം. ഇതിനുള്ള ഉപദേശങ്ങള് നമുക്ക് പുരാണങ്ങള് കഥകളിലൂടെ തരുന്നുണ്ട്, അനുഭവങ്ങളിലൂടെ തരുന്നുണ്ട്, ഇതിഹാസങ്ങള് ഉപദേശങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ വേദങ്ങൾ തരുന്നുണ്ട്. പരമമായ അബ്സല്യൂട്ട് ആയിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ ഉപനിഷത്തുക്കൾ തരുന്നുണ്ട്. ഉപനിഷത്തുക്കൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഉള്ളിലേക്ക് നോക്കാനാണ്. തിങ്ക് അബൌട്ട് യുവർ സെൻസറി ഓർഗൻസ്, തിങ്ക് അബൌട്ട് ദ ഫങ്ഷണൽ ഓർഗൻസ്, think about mind, think about thoughts, think about your action, think about your ego, think about the emotions and feelings. അതൊന്നും ഉപകരണങ്ങൾ ഉപയോഗിച്ച് അളക്കാൻ പറ്റില്ല. നമ്മുടെ നെഗറ്റീവുകളും പോസിറ്റീവുകളും ഉള്ള വികാരങ്ങളൊന്നും ഉപകരണങ്ങൾ ഉപയോഗിച്ച് അളക്കാൻ സാധ്യമല്ല. പക്ഷെ അതാണ് ജീവിതം. ശരീരം ഒരു ഉപകരണം മാത്രമാണ്. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ശരീരം ഒരു ഉപകരണം. അതിലുള്ള മനസ്സ്, ചിന്ത, ബുദ്ധി, വിവേകം, ഇതെല്ലാമാണ് ഈ മെറ്റീരിയലായ ശരീരത്തിന് ജീവചൈതന്യം പകരുന്നത്. അത് ശുദ്ധീകരിച്ചാൽ ശരീരം ഓട്ടോമാറ്റിക്കലി ശുദ്ധമാവും. വീടിനകത്തുള്ള മാറാലയും പൊടിയും ചെളിയും കളഞ്ഞാൽ വീട് ക്ലീൻ ആവും. വീട് ക്ലീനാക്കാൻ വീട് കുളിച്ചു പണിയണ്ട. അകത്തും പുറത്തുള്ള എല്ലാം 2-3 ദിവസം കൊണ്ട് പെർഫെക്റ്റ്ലി ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. അത് തന്നെയാണ് നമ്മുടെ മനസ്സൊന്ന് ക്ലീൻ ചെയ്യാം. അതിന് നമ്മുടെ ലെവല് ലോവർ ആണെങ്കിൽ കഥകൾ കേൾക്കാം, അല്പം കൂടി ഉയർന്നതാണെങ്കിൽ കഥകളും അനുഭവങ്ങൾ കേൾക്കാം, കുറെ കൂടി ഉയർന്നതാണെങ്കിൽ അനുഭവങ്ങൾ കേൾക്കാം. അല്ലെങ്കിൽ ജീവിതത്തിലെ പച്ച യാഥാർത്ഥ്യങ്ങള് 1 വരിയോ 2 വരിയോ 5 വരിയോ 10 വരിയോ കൊണ്ട് കേൾക്കാം.
അങ്ങനെയുള്ള ഉപനിഷത്തുക്കളിലൂടെയാണ് രാവിലെ നമ്മൾ കടന്നു പോകുന്നത്. അതിലെ ബൃഹദാരണ്യക ഉപനിഷത്ത് യജുർവേദത്തിന്റെ ശുക്ലയജുർവേദത്തിന്റെ ഉപനിഷത്താണ്. കൂടുതലും ബ്രഹ്മം, പ്രകൃതി ചൈതന്യം, പ്രപഞ്ച ചൈതന്യം, മനസ്സ്, ചിന്ത, പ്രാണൻ, ഇതൊക്കെ തന്നെയാണ് വിവരിക്കുന്നത്. അതിലെ 6ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 6ാമത്തെ ഭാഗത്തില്, അധ്യായം എന്ന് പറയാം. അതില് മുഴുവനും പ്രാണനെ കുറിച്ചുള്ള വിവരണമാണ്. പ്രാണായാമം, നമ്മൾ ഈ യോഗചര്യയിൽ പ്രാണായാമം ചെയ്യുന്നത്, ആ പ്രാണനെ നിയന്ത്രിക്കുന്നത് സത്യത്തിൽ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. ബൃഹദാരണ്യോപനിഷത്തിലെ 6ാമത്തെ അധ്യായത്തിലെ ആദ്യ ഭാഗം. പക്ഷെ ആ അനുഭവമൊന്നും എനിക്കില്ല. ആ അനുഭവം ഇവിടെ ഭാരതത്തിൽ എത്ര പേർക്കുണ്ടെന്ന് അറിഞ്ഞൂടാ. പ്രാണസ്പന്ദനം, പ്രാണൻ എന്ന് പറയുന്നത് മുഖ്യ പ്രാണൻ, പ്രാണ അപാന വ്യാന ഉദാന സമാന ഏവച എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് 6 വറ്റ് ചോറ്, അതിങ്ങനെ പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, വ്യാനായ സ്വാഹ, ഉദാനായ സ്വാഹ, സമാനായ സ്വാഹ, ആത്മനെ സ്വാഹ എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കാറുണ്ട്. പക്ഷെ അമ്പലത്തിലെ പൂജ ചെയ്യുകയാണെങ്കിൽ അമ്പലത്തിൽ നിവേദിക്കുമ്പോൾ പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, വ്യാനായ സ്വാഹ, ഉദാനായ സ്വാഹ, സമാനായ സ്വാഹ, ഓം ഹ്രീം ദും ദുർഗായൈ നമഃ. ദുർഗാദേവിയാണ് ദുർഗായമാണ്. മഹാദേവായ ശിവനാണെങ്കിൽ, കൃഷ്ണായ സ്വാഹ കൃഷ്ണനാണെങ്കിൽ, മഹാവിഷ്ണുവേ സ്വാഹ വിഷ്ണുവാണെങ്കിൽ, ഓം ഹ്രീം വരഗോപ്ത്രേ നമ സ്വാഹ ശബരിമലയിലെ ധർമ്മശാസ്താവാണെങ്കിൽ എല്ലാവർക്കും മൂലമന്ത്രം ചേർത്തിട്ടാണ് ഈ പഞ്ചപ്രാണനെ വിവരിക്കുന്നത്. ആ പഞ്ചപ്രാണൻ എന്താണ് എന്ന് സയൻസിനും വിവരിക്കാൻ സാധിക്കില്ല. ആത്മീയതയിൽ ഇതുമാതിരിയുള്ള വരികളാണുള്ളത്. നമ്മുടെ ശരീരത്തിൽ ജീവനെ നിലനിർത്തുന്ന 5 പാർട്ടിനെ കൺട്രോൾ ചെയ്യുന്ന 5 പ്രാണൻ, 5 പാർട്ട്. പ്രാണൻ, പ്രാണ, അപാനൻ. പ്രാണൻ ശ്വാസോച്ഛ്വാസം, അപാനൻ ശരീരത്തിന്റെ, വ്യാനൻ ബ്ലഡ് സർക്കുലേഷൻ, ഉദാനൻ പ്രൊക്രിയേറ്ററി ആൻഡ് എക്സ്ക്രീറ്ററി ഓർഗൻസ്, സമാനൻ ബോഡിയുടെ ടെമ്പറേച്ചർ നിലനിർത്തുന്നത്. അങ്ങനെ സമാനൻ സ്റ്റെബിലിറ്റി നിലനിർത്താം. പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും പ്രാണ, അപാന, വ്യാന, ഉദാന, സമാന ഏവൻ, അതിനെ അവസാനം ആത്മാവ് എന്നുള്ളതിൽ കൊണ്ടുപോയിട്ട് നിർത്തുന്നു. ആ ആത്മാവ് മുഖ്യപ്രാണൻ എന്നും പറയാറുണ്ട്. മുഖ്യപ്രാണൻ, ആ ആത്മാവില്ലെങ്കിൽ ഈ പ്രാണനൊന്നുമില്ല. അതിനെക്കുറിച്ചുള്ള സുദീർഘമായ വിവരണമാണ് യഥാർത്ഥത്തിൽ ബൃഹദാരണ്യ ഉപനിഷത്തിന്റെ ആദ്യത്തെ പാർട്ടില്. സാധാരണ ഉപനിഷത്തുകളില് നമ്മളുടെ ഗൃഹസ്ഥ കാര്യങ്ങൾ, ഗർഭാധാനം, പുംസവനം, സീമന്തോന്നയനം, ജാതകർമ്മം, നിഷ്ക്രമണം, ചൂടാകരണം, ഉപനയനം, വിവാഹം തുടങ്ങിയ ഗൃഹസ്ഥൻ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ ഉപനിഷത്തിൽ വരാറില്ല. അത് ഉപനിഷത്തിന്റെ ഭാഗമായിട്ട് ചേർക്കാറില്ല. അത് ഗൃഹ്യസൂത്രത്തിലുള്ളതാണ്. പക്ഷെ ഇവിടെ 6ാമത്തെ ഭാഗത്തില് ബൃഹദാരണ്യക ഉപനിഷത്തില് 6ാമത്തെ അധ്യായത്തില് ഈ ഷോഡശ കർമ്മങ്ങള്, ഗർഭാധാനം മുതൽക്ക് അന്ത്യേഷ്ടി വരെ ശ്മശാനത്തില് നമ്മുടെ ശരീരം ദഹിപ്പിക്കുന്നത് വരെ ഉള്ള 16 കർമ്മങ്ങള്, ഷോഡശ കർമ്മങ്ങളില് അന്ത്യേഷ്ടി 16 അടിയന്തരം എന്ന് പറയുന്നത് ശ്മശാനത്തിൽ ചെയ്യുന്ന കാര്യമാണ്. അത്രയും കാര്യങ്ങൾ 16 അടിയന്തരങ്ങള്, ഷോഡശ കർമ്മങ്ങള്, 16 സാക്രമെന്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. അത് ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ. ബുദ്ധമതക്കാർക്കും ജൈനമതക്കാർക്കും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ. കാരണം 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളില് ഒരു ജന്തുവായ മനുഷ്യനില് സ്വാഭാവികമായും മൃഗീയമായ സ്വഭാവങ്ങൾ ഉണ്ടാവും. ആ മൃഗീയ വാസനകള് മറ്റെല്ലാ ജന്തുക്കളെയും പോലെ ഒരു ജന്തുവായ മനുഷ്യനിൽ നിന്ന് മൃഗീയ വാസനകള് അത് മാറ്റിയിട്ട് അവിടെ ധാർമ്മിക ബോധം പ്രതിഷ്ഠിക്കാനാണ് ഈ ഷോഡശ കർമ്മങ്ങള്. അത് വേദമന്ത്രത്തിലാണ് സാധാരണ പറയാറുള്ളത്. ത്രൈസപ്ത സമിത കൃതാഹ ദേവായ യജ്ഞം ധന്വാന അഭദ്രൻ പുരുഷം പശും
യജ്ഞേന യജ്ഞമയജന്ത ദേവാഹ താനി ധർമാണി പ്രഥമാന്യാസന്ന തേഹനാകം മഹീമാനസജന്ത യത്ര പൂർവേ സാധ്യാസന്തി ദേവാഹ. പ്രകൃതി മനുഷ്യനെ സൃഷ്ടിച്ച് പഞ്ചഭൂതങ്ങളിലും പഞ്ചപ്രാണനിലും പഞ്ചകർമ്മേന്ദ്രിയങ്ങളിലും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളിലും മനസ്സിലും അങ്ങനെ 21. പഞ്ചഭൂതം, പഞ്ചപ്രാണൻ, പഞ്ചകർമ്മേന്ദ്രിയം, പഞ്ചജ്ഞാനേന്ദ്രിയം പ്ലസ് മനസ്സ് 21. 3 സപ്ത 3 × 7 21. അതിലുള്ള അഭദ്രൻ പുരുഷം പശും മനുഷ്യനിലുള്ള പശുത്വം മൃഗീയ വാസനകളെ ബന്ധിച്ച് ദേവാഹ യദ് യജ്ഞം ധന്വാന ദേവന്മാർ ഒരു യജ്ഞം നടത്തി. താനി ധർമാണി പ്രഥമാന്യാസൻ അവിടെ മൃഗീയ വാസനകളെല്ലാം കളഞ്ഞ് ധാർമ്മിക ബോധം ഒന്നാമതായിട്ട് വരാനായിട്ട് പ്രതിഷ്ഠിച്ചു. അങ്ങനെ മനുഷ്യ സൃഷ്ടി ഭംഗിയായിട്ട് പ്രപഞ്ച പുരുഷൻ നടത്തി എന്ന് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദത്തിലെ പുരുഷ സൂക്തം എന്ന മന്ത്രത്തിന്റെ അവസാന ഭാഗത്തിലുണ്ട്. 4 വേദങ്ങളിലും ഇതുണ്ട്. അവിടെ ആ മന്ത്രങ്ങളുടെ തന്നെ അർത്ഥമാണ് യഥാർത്ഥത്തില് നമ്മുടെ പ്രജനനം, നമ്മൾ പറയുന്ന ഗർഭാധാനം, പിന്നെ പുത്രലബ്ധി, സുഖപ്രസവം, ജാതകർമ്മം, നാമകരണം, ഷോഡശ കർമ്മങ്ങള്. ഇത് സുദീർഘമായിട്ട്, ഞാൻ സുദീർഘമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു 1/2 പേജില്, അല്ലാതെ പുരാണങ്ങൾ വിവരിക്കുന്ന മാതിരിയുള്ള സുദീർഘമൊന്നുമില്ല, ഉപനിഷത്തല്ലേ. വളരെ ലളിതമായിട്ട് ഈ 16 കർമ്മങ്ങളെ കുറിച്ച്, ഷോഡശ കർമ്മങ്ങളെ കുറിച്ച് വളരെ ഇൻഫർമേറ്റീവായിട്ട് വ്യാഖ്യാനങ്ങൾ ഇല്ലാതെ മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തില് ബൃഹത്ത് പ്ലസ് ആരണ്യക പ്ലസ് ഉപനിഷത്ത്, അതിബൃഹത്തായ ഉപനിഷത്താണ്. അതിലെ 6ാമത്തെ ലാസ്റ്റ് അധ്യായത്തില് ഇങ്ങനെ ലാസ്റ്റ് പാർട്ടില് ഗൃഹ്യസൂത്രത്തില് വരേണ്ട കാര്യങ്ങള് ആരണ്യകത്തില് ചേർത്ത് ഉപനിഷത്തുകളിൽ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നമ്മുടെ പൂർവികര് ശ്രദ്ധയോടുകൂടി എഴുതിയിരുന്നു. അതിനിടയ്ക്ക് സ്വർഗവും നരകവും എന്നവർ വലുത് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഈ ഭൂമിയിലെ ജീവിതം സ്വർഗസമാനമാക്കലാണ് അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം. മഹാകവി ഉള്ളൂര് പറയുന്ന മാതിരി നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. നമ്മുടെ സ്വർഗവും നരകവും ഒക്കെ നമ്മളാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നമ്മളെ ഭാഗവതത്തില് ഉദ്ധവർക്ക് കൃഷ്ണൻ കൊടുക്കുന്ന ഉപദേശത്തില് ശരിക്ക് എന്താണ് സ്വർഗം, എന്താണ് ഈശ്വരൻ, എന്താണ് നരകം, എന്താണ് മനുഷ്യൻ, എന്താണ് ദേവന്മാരെ എന്നൊക്കെ ശരിക്ക് ഇത്രയ്ക്കും സയന്റിഫിക് ആയിട്ട് ശ്രീകൃഷ്ണനെ പോലെ വേറെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. ഭാഗവതത്തില് ഉദ്ധവഗീതയില് ലാസ്റ്റ് ഉദ്ധവരുടെ ചോദ്യങ്ങള് ഒരു ചോദ്യമല്ല, ഒരു 10-20 ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് ചോദ്യങ്ങൾ പ്ലൂറലി പറഞ്ഞത്. അതിലുള്ള ഉത്തരങ്ങള് എത്ര ക്ലീൻ ആയിട്ട് എത്ര സ്പീഡിലാ കൃഷ്ണൻ പറയുന്നതെന്നറിയാമോ? അത് ഇന്ന് 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് ആപ്ലിക്കപ്പെടാ. അതുപയോഗിച്ച് നമ്മളുടെ ആചാര്യന്മാര് ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഉപയോഗിച്ച് നമ്മുടെ പൈതൃകം ഒന്ന് വിവരിച്ചു കൊടുത്തിരുന്നെങ്കിൽ കൺഫ്യൂഷനേ ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പൊ തന്നെ ഹിന്ദുധർമ്മം ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ജനനം മുതൽക്ക് മരണം വരെയുള്ള 16 കർമ്മങ്ങളിലും വളരെയധികം റിഫൈൻഡ് ആയിട്ടുണ്ട്. ക്ഷേത്രങ്ങളെല്ലാം റിഫൈൻഡ് ആയിട്ടുണ്ട് എല്ലാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുമാതിരിയുള്ള ശ്രീകൃഷ്ണൻ 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതെല്ലാം നമ്മള് ജസ്റ്റ് കേൾക്കുകയെങ്കിലും ചെയ്യണം. അതിഗഹനമായിട്ട് പഠിക്കാനൊന്നും സമയവും മൂഡും ഒന്നും ഇല്ലെങ്കിൽ വേണ്ട. കാരണം നമ്മുടെ പൂർവികർക്ക് ഒരു സ്ഥലത്തും തെറ്റുപറ്റിയിട്ടില്ല. തെറ്റുപറ്റിയിരിക്കുന്നതൊക്കെ നമുക്കാണ്, ഇപ്പോഴും പറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്കാണ്. നമ്മുടെ പൂർവികർക്ക് ഒരു കാരണവശാലും തെറ്റുപറ്റിയിട്ടില്ല. ഏത് യുക്തിവാദി, ഏത് ധർമ്മനിഷേധി അയാള് വിവരിച്ച് എതിർത്ത് പുച്ഛിച്ച് വെല്ലുവിളിച്ചാലും ഉത്തരം പറയാൻ പാകത്തിന് തന്നെ നമ്മുടെ പൂർവികർ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നതും ചെയ്തിരിക്കുന്നതും. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സും അതിനുള്ള ഇന്റലക്ച്വൽ ലെവലും സ്പിരിച്വൽ ലെവലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രഭാത വന്ദനം. നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ സംസ്കാരത്തിനും
നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും നമുക്കും വേണ്ടി ജീവിക്കാൻ മറക്കാതിരിക്കുക. ധന്യമായി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് നല്ല ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.